രൺബീർ സിംഗ് അഭിനയിച്ച ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസും കേരള ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. അതിനുശേഷം എല്ലാവരും ഇത് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോ സെലിബ്ഷൻ ദുരന്തർ നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ സിനിമയ്ക്ക് 5 ദിവസം കൊണ്ട് സിനിമ കേരളത്തിലെ 10,31,00,000 കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 6-ാം ദിവസം ചൊവ്വാഴ്ചയാണ്, എന്നാൽ പോലും സിനിമയ്ക്ക് 1 കോടിയുടെ മുകളിൽ തന്നെയാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിലെ സിനിമയ്ക്ക് 11,32,00,000. എന്തായാലും നമ്മുടെ 6 ദിവസം കൊണ്ട് കേരളത്തിലെ സിനിമയ്ക്ക് ഗ്രോസ് കളക്ഷൻ 11,32,00,000. സിനിമയ്ക്ക് കേരളത്തിൽ നെറ്റ് കളക്ഷൻ ആയിട്ട് 9,39,00,000. ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ നിലവിൽ ഇതുവരെയായിട്ട് 5,15,00,000 ആയിട്ടുണ്ട്. എന്തായാലും സിനിമയുടെ ആദ്യ ഭാഗം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 6 ദിവസം കൊണ്ട് സിനിമയ്ക്ക് വെറും 1,17,00,000 ആയിരുന്നു. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 6 ദിവസം കൊണ്ട് രണ്ടാം ഭാഗത്തിന് 11,32,00,000. എന്തായാലും നമ്മുടെ ഓൾ ടൈം ഹയസ്റ്റ് ഗ്രോസിംഗ് ഹിന്ദി സിനിമകൾ കേരള ബോക്സ് ഓഫീസിലെ ടോപ്പ് ലിസ്റ്റിൽ ഇപ്പോൾ ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗം 3-ാം സ്ഥാനം കൈവരിച്ചിരിക്കുകയാണ് 6 ദിവസം കൊണ്ട്. ടോപ്പ് നമ്മുടെ ജവാൻ എന്ന് പറഞ്ഞ സിനിമയാണ് 13 കോടി ആയിട്ട് 40 ലക്ഷം. 2-ാം സ്ഥാനം പത്താനാണ് വീണ്ടും SRK 13,10,00,000 ആയിട്ട്. 3-ാം സ്ഥാനം ദുരന്തർ എന്ന സിനിമ വന്നിരിക്കുകയാണ് രണ്ടാം ഭാഗം 11,32,00,000. ഡെങ്കൽ സിനിമയുടെ 10 കോടി തകർത്തിരിക്കുകയാണ് ദുരന്തർ സിനിമ രണ്ടാം ഭാഗം. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ കളക്ഷൻ ആയിട്ട്. ഇനി നമുക്ക് സിനിമയുടെ സൗത്ത് ഇന്ത്യൻ കളക്ഷൻ പരിശോധിക്കാൻ നമുക്ക് 6 ദിവസത്തെ. കർണാടകയിലൊക്കെ സിനിമയ്ക്ക് 69 ലക്ഷം കാണാൻ സാധിക്കുന്നുണ്ട്. 69 കോടി കാണാൻ സാധിക്കുന്നുണ്ട്, പ്ലസ് 24 ലക്ഷം. തെലങ്കാനയിലെ സിനിമയ്ക്ക് 37 കോടി 73 ലക്ഷം. ആന്ധ്രാപ്രദേശൊക്കെ സിനിമയ്ക്ക് 15 കോടി 53 ലക്ഷം. പിന്നെ തമിഴ്നാടൊക്കെ സിനിമയ്ക്ക് 20 കോടി 65 ലക്ഷം. കേരളത്തില് ഞാൻ പറഞ്ഞ പോലെ തന്നെ 11 കോടി 32 ലക്ഷം. അങ്ങനെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് ഓൾമോസ്റ്റ് 150 കോടിന്റെ മുകളിൽ കാണുന്നുണ്ട്. 154 കോടി 47 ലക്ഷമാണ്. എന്തായാലും സിനിമയുടെ നിലവിലെ വേൾഡ് വൈഡ് കളക്ഷൻ 6 ദിവസം പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 941 കോടിനടുത്താണ് അപ്രോക്സിമേറ്റ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നത്തെ കളക്ഷൻ വരുമ്പോൾ സിനിമ ഒഫീഷ്യലായിട്ട് 1000 കോടി ക്ലബിലോട്ട് വരാനുള്ള ചാൻസസ് വളരെ അധികം തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ആ ഒരു കളക്ഷനിലോട്ട് വരുവാനായിട്ട്. എന്തായാലും ദുരന്തർ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ ദുരന്തർ സിനിമയ്ക്ക് 11-ാം സ്ഥാനമായ ആനിമൽ സിനിമയുടെ രൺബീർ കപൂർ സിനിമയുടെ ഫൈനൽ കളക്ഷൻ തകർത്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ആനിമൽ സിനിമയ്ക്ക് 917 കോടിയാണ് ഫൈനൽ നമ്പേഴ്സ് കാണാൻ സാധിക്കുന്നത്. ആ റെക്കോർഡ് നമ്മുടെ ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗം കീഴടക്കിയിരിക്കുകയാണ് 941 കോടിയായിട്ട്. 11-ാം സ്ഥാനം ദുരന്തർ സിനിമയുടെ രണ്ടാം ഭാഗം വന്നെത്തിയിരിക്കുകയാണ്. ഇനി തകർക്കാനായിട്ട് നമ്മുടെ ദുരന്തർ സിനിമയ്ക്ക് പത്താൻ ഉണ്ട്, കൽക്കി 2898 AD ഉണ്ട്, ജവാൻ ഉണ്ട്, KGF 2 ഉണ്ട്, RRR ഉണ്ട്, ദുരന്തർ സിനിമയുടെ ആദ്യ ഭാഗമുണ്ട്, ബാഹുബലി 2 ഉണ്ട്, പുഷ്പയുണ്ട്, ഡെങ്കൽ ഉണ്ട്. ഡെങ്കലിന്റെ 2023 കോടി തകർക്കാൻ ചാൻസ് ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ വളരെ അധികം തന്നെയാണ്. കാരണം ആദ്യമേ ഇതൊരു പ്രൊപ്പഗാൻഡ സിനിമയാണ്. അത് മാത്രമല്ല ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു മാരക വയലൻസ് പടം കൂടിയാണ്. അതും ഒരു 3-4 മണിക്കൂർ വരുന്ന വലിയൊരു സിനിമയാണ്. എന്തായാലും കണ്ടിരിക്കാൻ തന്നെ നമുക്ക് നല്ല എൻഗേജിങ് ആയ മ്യൂസിക് ഉണ്ട്. പിന്നെ സിനിമേന്റെ ആ ഒരു എൻഗേജിങ് ഫാക്ടർ എല്ലാ രീതിയിലും സിനിമ വർത്തി വാച്ച് തന്നെയാണ് തിയേറ്ററുകളിൽ. മിസ് ഔട്ട് ചെയ്യാതിരിക്കുക മാക്സിമം. സിനിമ എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുക ഒരു സിനിമ മാക്സിമം. അങ്ങനെയാണെങ്കിൽ സിനിമയ്ക്ക് നല്ലൊരു ആസ്വാദനം ലഭിക്കുന്നതാണ്. ഈ ഒരു പ്രൊപ്പഗാൻഡ നിങ്ങൾ ആക്ച്വലി കൊണ്ട് കളാം. ഇതൊരു ഫിക്ഷൻ സിനിമയായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ആസ്വാദനമാണ് തരാൻ പോകുന്നത്. കാത്തിരിന്ന് ചെയ്യുക കൂടുതൽ സിനിമകളിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ. നിമിഷമില്ലാതെ ഇത് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സീരീസ് ചാനൽ.